സഹോദരിമാരെ, ഗൾഫിലൊക്കെ നിൽക്കുന്ന ഭർത്താക്കന്മാരെ പറ്റി നിങ്ങളെ മനസ്സിൽ ഉണ്ടാകണ്ട എന്താ അറിയോ? നിങ്ങൾ നല്ല ഇണയാണ് നിങ്ങളെ മനസ്സിൽ ഉണ്ടാകുന്നത് അറിയോ? ഇക്കാക്ക അധിക കാലം ഗൾഫിൽ നിൽക്കാതെ ഞങ്ങൾ ഒന്നിച്ച് ഈ ദുനിയാവിൽ ഈ നാട്ടിൽ സ്വന്തം കുടുംബത്തിൽ ഒന്നിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി ഒരു കൂട്ടരോടാണ് നല്ല ഭാര്യ. ആകെ എത്ര കാല ദാമ്പത്യ ജീവിതം ഉണ്ടാകുക? 30-ാം വയസ്സിൽ ഗൾഫ് പോയാൽ, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, 30-ാം വയസ്സിൽ പോയാൽ 63, 64 ആകുമ്പോൾ വരും. ആകെ 30 കൊല്ല ദാമ്പത്യം. അതിലിക്കാക്കാന് 35 കൊല്ലവും ഗൾഫിൽ തന്നെ നിർത്താനുള്ള സകല സാധനം ഇവിടെ ഇങ്ങനെ ചെയ്തെക്ക. എന്നിട്ട് ഞാൻ ഗൾഫാറിന്റെ കുടുംബാണ്, എനിക്ക് പൈസ ഉണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ ഈ ദുനിയാവ് ജീവിക്കുക. അതിനേക്കാൾ വലിയ ക്രൂരത എന്താ? ഒരു മനുഷ്യന് ഗൾഫിൽ നിന്ന് നാട്ടിക്ക് വരാൻ അയക്കാത്ത വിധം ഇവിടെ കടണ്ടാക്കി വെക്കുക. പെരണ്ടാക്കുമ്പോ നമുക്ക് കുറയാൻ പറ്റൂല കേട്ടോ. മൂപ്പര ശമ്പളത്തിന്റെ ഇരട്ടി കടണ്ടാക്കാം. മൂപ്പരതിങ്ങനെ വീട്ടിൽ വരുമ്പോത്തിന് നമുക്ക് കുട്ടികളൊക്കെ കുറച്ചും കൂടി ഉയർന്ന് പഠിപ്പിക്കണ്ടേ? എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണ്ടേ? 1 മാസം 1 ലക്ഷം, 3 മാസത്തിന് അല്ലെങ്കിൽ 1.5 ലക്ഷം. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ വീട്ടിൽ വരുമ്പോഴേക്കും രണ്ടാമത്തെ കുട്ടിനെ, ഒന്നാമത്തവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് രണ്ടാമത്തേനും പറഞ്ഞേക്കണ്ടേ? ഇയാൾ അവിടെ കടന്ന് ജീവിച്ച് വെയിലും കൊണ്ട് അധ്വാനിച്ച് ഏട്ടന്റെ മകന്റെ കല്യാണത്തിനും വരാൻ വയ്യ, നാട്ടിലൊരു കാര്യത്തിനും വരാൻ വയ്യ, ഒന്നിനും വരാൻ വയ്യാതെ ജീവിതത്തിൽ വീടിനും കല്യാണത്തിനും പഠനത്തിനും ഫീസിനും ആശുപത്രി കേസിനും ഒക്കത്തിനും കഴിഞ്ഞ് 63-ാമത്തെ വയസ്സിൽ നരച്ച് നെഞ്ചുവേദനയും വന്ന് നാട്ടിലെത്തിയിട്ട് 2 ദിവസം ഇവിടെ നിൽക്കുമ്പോത്തിന് പെണ്ണുങ്ങളെ വക നിങ്ങൾക്ക് എന്തേ പഴയമാരി എനർജറ്റിക് ഇല്ലാത്ത? നിങ്ങൾക്ക് എന്താ ഇപ്പൊ പെരനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത? 35 കൊല്ലം ഗൾഫിൽ പോയിട്ട് നിങ്ങളൊന്നും നോക്കണം, അറ്റാച്ച്മെന്റ് ഉണ്ടാവുമെന്ന് അറിയാൻ. ഞാനിത് ഇങ്ങനെ പറയാൻ നിങ്ങളെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയോ? പടച്ചോനെ, ഇക്കാക്കാനെ ഞാൻ കാരണം അധികം ഗൾഫ് നാട്ടിൽ നിർത്താൻ കഴിയാത്ത വിധം ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഒന്നിച്ച്, ഞാനും എന്റെ കുട്ടികളും എന്റെ അക്കാക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയാൽ മതി. അതിനെന്താ തടസ്സം? കടാണെങ്കിൽ ആ കടം വരുത്താതെ ഞാനാ നോക്കണ്ടേ? അത് സഹോദരിമാര് തീരുമാനിക്കണം.